നമ്മുടെ ഇവിടെ പല പൊളിറ്റിക്കലായും അപ്പൊളിറ്റിക്കലായും ഉള്ളവർ ഭാരതത്തിലോ ഭാരതത്തിനോട് ബന്ധപ്പെടുന്ന ഭൂഖണ്ഡങ്ങളിലോ ജനിച്ചവരെല്ലാവരും സനാതനത്തിലാണ് പെടുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പള്ളി പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹിന്ദു മതത്തിൽ എത്രയോ കുട്ടികളെ മതം മാറ്റിക്കൊണ്ടുപോയ ജാക്കിർ നായിക്ക് ഹിന്ദു ആവും. കേരളത്തിൽ അനേകം ബോംബ് പൊട്ടിക്കുകയും ബസ് കത്തിക്കുകയും ചെയ്ത മദനി ഹിന്ദു ആവും. അയ്യപ്പന്റെ ഭക്തന്മാരെ ഒന്ന് വിരിവെക്കാൻ പോലും അനുവദിക്കാതെ ഉപദ്രവിച്ച പിണറായി വിജയൻ ഹിന്ദു ആവും. എന്ന് വേണ്ട സകല മുള്ളും മുരുക്കും ഒക്കെ ഹിന്ദു ആവും. ദാറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് ഫിലോസഫി, എ വെരി ഡേഞ്ചറസ്, വളരെ ഇരുതല മൂർച്ചയുള്ള കത്തിയാണ് ആ പ്രയോഗം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ അഭിമാനമുള്ള ഹിന്ദു ഇല്ലാതാവും. അങ്ങനെ പറയുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? ഗാന്ധിജിയുടെ സ്വഭാവം തുടങ്ങിയെന്നർത്ഥം. തുടങ്ങിയിട്ടുമുണ്ട്. ഗാന്ധിജി ഹിന്ദു ആണെന്നാണ് പറയുന്നത്. ഗാന്ധിജി ഹിന്ദുവാണ്. ഗാന്ധിജി എപ്പോഴും പറഞ്ഞു ഞാൻ ഹിന്ദു മത വിശ്വാസിയാണ്, രാമനാമം ജപിക്കുന്ന ആളാണ്. ഓഫ് കോഴ്സ് ഹി ഹാഡ് എ ലോട്ട് ഓഫ് പേഴ്സണൽ ക്വാളിറ്റീസ്, ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ആളായിരുന്നു. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ബിയോണ്ട് ദാറ്റ് എന്റെ ഡിസിപ്ലിൻ 1000 പേരെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ ഡിസിപ്ലിൻ ഇല്ലാത്ത നല്ലത്. അല്ല, ഡിസിപ്ലിൻ ഇപ്പോ ഈ കൊല്ലുന്ന ടെററിസ്റ്റുകൾ പോലും പർട്ടിക്കുലർ ഡിസിപ്ലിൻസ് പാലിക്കുന്നുണ്ട്. ഇപ്പൊ ഇസ്ലാം മറ്റേ ബിൻ ലാദനൊക്കെ 5 നേരം നിശ്ചയിക്കുന്നതാണ് കൃത്യമായിട്ട്. വിദ്യാഭ്യാസം ഉള്ളവനുമാണ്. കഴിഞ്ഞ ദിവസം MM അക്ബറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ MM അക്ബർ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ സാക്കിർ നായിക്കാണ്. ഫിസിക്സ് ടീച്ചറാണ് അദ്ദേഹം. ഫിസിക്സ് ടീച്ചറാണോ? അയ്യോ, മലയാളം പോലും പറയാൻ അറിയില്ല അദ്ദേഹത്തിന്, മലയാളിക്ക്. അപ്പോട്ടെ, പിന്നെ അയാളുടെ പേഴ്സണൽ കാര്യം. പക്ഷെ അയാള് MM അക്ബർ ഇന്റർവ്യൂ പറയാണ്, എന്താണ് ബിൻ ലാദനെ സ്വർഗം കിട്ടുമെന്നൊരു ചോദിക്കാണ് ഇന്റർവ്യൂവർ. അപ്പൊ പുള്ളി അത് നേരിട്ട് മറുപടി പറയുന്നില്ല. അയാൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന തെറ്റ് സയനിസ്റ്റുകളാണ് അയാൾ അങ്ങനെ പറയുന്നത്. അതിന്റെ താഴത്തുള്ള കമന്റ്സ് വായിക്കുന്ന അതിലും വലിയ അത് കണ്ടു കണ്ടു. അപ്പൊ ഇത്രയ്ക്കും ബിൻ ലാദന്റെ അപ്പന്മാരാണോട് ജീവിക്കുന്നത്. ഇഫ് സംബഡി ഡസ് എ ക്രൈം യു ഷുഡ് കോൾ ഹിം എ ക്രിമിനൽ. യു ഷുഡ് നോട്ട് സേ ദാറ്റ് ഹി ഈസ് ദാറ്റ് ആൻഡ് സോ. ഈ ചുറ്റി വളച്ച് പറയുന്നത് എന്തിനാണെന്നറിയോ? ബിൻ ലാദൻ ഞങ്ങളെ സംബന്ധിച്ച് ഷഹീദായി എന്ന് പറയാനുള്ള പേടി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ പേടി? ആ പേടി കൊടുത്തവരാരൊക്കെയാണ്? വീര ശിവാജിയാണ്, റാണാ പ്രതാപാണ്. ഇപ്പൊ നമ്മൾ മിനി നമ്മളൊക്കെ ഉണ്ട് അതിൽ, അല്ലേ? എന്താ കാരണം? ഇഫ് യു ഡോണ്ട് ഡിഫെൻഡ് ദേ വിൽ ഒഫെൻഡ്. ഉറപ്പായും they will keep on offending you if you don't defend. You, Gandhiji എന്താ പറയുക? Don't defend, then they will stop their offense. It will happen. It will never happen. അവിടെയാണ് ഞാൻ പറഞ്ഞത്, leader betrays you in some wars and you lose the war, even not even ഒരു ആയുധം എടുത്തിട്ട് പോലും ഫൈറ്റ് ചെയ്യാൻ അനുവാദമില്ല. അഹിംസ എന്നത് എവിടുന്ന് കടമെടുത്ത സിദ്ധാന്തമാണ്? എന്തായാലും നമ്മുടേതല്ല. ഗാന്ധിയുടെ അഹിംസ ബൗദ്ധമാണ്. യോഗശാസ്ത്രത്തിൽ അഹിംസ പറയുന്നുണ്ട്. ആ അഹിംസ സിദ്ധന്റേതാണ്. അപ്പൊ അഗസ്ത്യരാണ് സിദ്ധന്മാരുടെ നാഥനായിട്ട് പറയുന്നത്. മുരുകൻ, അഗസ്ത്യർ എടുത്തു പോയിട്ട് ഒരുത്തൻ താടിക്ക് തോണ്ടാൻ നിന്നാൽ അവന്റെ ഒരൊറ്റ അസ്ഥിയും ബാക്കിയുണ്ടാവും, അടിച്ചു ഓടിച്ചിട്ടുണ്ടാവും, സംശയമില്ല. വർമ്മകലയുടെ രാജാവാണ്. കളരിയുടെ ആ സിദ്ധനല്ലേ, നിങ്ങൾ താടിക്കാൻ തോണ്ടിക്കോട്ടെ. അത്ര പോലും കഴിവും ഇല്ലാതെ ഗതിയും കെട്ട വിഭാഗമായിരുന്നു. അവരുടെ ഭീരുത്വം കൊണ്ടാണ് ഇന്നും നമ്മളിങ്ങനെ ചിന്താശേഷിയില്ലാതെ കിടക്കുന്നത്. സിദ്ധന്മാരുടെ അഹിംസയാണ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അഹിംസയിൽ പ്രതിഷ്ഠിതനായ ഒരുവന്റെ അടുത്ത് ഹിംസ്ര ജന്തുക്കൾ പോലും അവരുടെ വൈരം ത്യജിച്ച് ഇണയാവുന്നു എന്നാണ്, അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നാരായണ ഗുരുസ്വാമിയുടെ മടിയിൽ പുലി വന്ന് കിടക്കുമായിരുന്നു, രമണ മഹർഷിയുടെ മടി വന്ന് കിടക്കായിരുന്നു. അമൃതാനന്ദമയ ദേവി ലോകത്ത് എവിടെ പോലും അവിടുന്ന് കിളികളും പക്ഷികളും പാമ്പും ഒക്കെ വന്ന്, അതെന്താണ്? സ്വാഭാവികമായി എല്ലാ പ്രാണികളിലെയും അകത്ത് ഒരേ ശക്തി ഇരിക്കുന്നുണ്ട്. അതിനോട് കാണുമ്പോൾ അവർ പേടിയില്ലാണ്ടാവും. അപ്പൊ എല്ലാവരും പറയും തെരുവുനായ കടിച്ചു. ഞാൻ ഈ തെരുവുനായക്കളുടെ ഇടയിലേക്ക് നടന്നു ചേരുന്ന ആളാ. എപ്പോഴും വളരെ സ്നേഹത്തോടെ വരും എല്ലാവരും, ഒരു പരിചയം വേണ്ട. ദേ കൻ ഐഡന്റിഫൈ യുവർ എനർജി, യുവർ വൈബ്രേഷൻ. നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജി അതിന് മനസ്സിലാവും. നിങ്ങൾ അക്രമകരമായ ജീവിതം ജീവിക്കുന്ന, ജീവികളെ കൊന്നു തിന്നുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കുക. കോഴിയോ വാടോ എന്തോ ആട്ടെ, പോത്തോ. ഞാൻ കണ്ട ഏറ്റവും തമാശ ഒരു ഫർണിച്ചർ കടയുടെ പരസ്യമാണ്. അതിൽ അവരുടെ സോഫ നല്ല കംഫർട്ടബിൾ സോഫയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്ലഷ് ആയിട്ട് നല്ല ഭംഗിയുള്ള സോഫ, ചെറിയൊരു വട്ടത്തില്. അതിലൊരു ആട്ടുംകുട്ടി ഇങ്ങനെ കിടന്നുറങ്ങുന്നു, കുഞ്ഞാട്. മോളിൽ ഈദ് മുബാറക്കും. ഇതാണ് അടിസ്ഥാനപരമായി ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും. നിങ്ങൾ അവരുടെ സോഫ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അവർ വളരെ സമാധാന പ്രിയരാണെന്ന്. അവർ നിങ്ങളെ ഇപ്പൊ യേശു ക്രിസ്തു എന്താ വിളിച്ച? കുഞ്ഞാടെന്ന്. അവർ ആ കഥയിൽ അവർ പറയുന്നത് എല്ലാവരും കുഞ്ഞാടെന്നാണ് വിളിക്കുന്നത്. ഇവർ ആടിനെ തിന്നായിരിക്കുന്നുണ്ടോ? ഇവർ ബാക്കിയൊക്കെ തിന്നോട്ടെ. തൻ്റെ ദൈവം
കുഞ്ഞാടേന്ന് നമ്മളെ അഭിസംബോധന ചെയ്യുന്ന ആ കുഞ്ഞാടിനെയും കറി വെക്കണവരാണ്. അല്ല, അവര് പറയുന്നത് നമ്മുടെ എന്താ പറയാ മഹാപുരുഷന്മാരൊക്കെ മാംസം ഭജിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എന്താ അതുകൊണ്ടാണ് അത് നിങ്ങളുടെ മഹാപുരുഷൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മഹാപുരുഷൻ എന്താ പറയുക? അത് ഞങ്ങളെ കാര്യം നോക്കേണ്ടത്. എന്റെ അച്ഛൻ കണ്ടുപിടിച്ച് തലയിൽ തുണി കെട്ടി നീയും കിട്ടുവോ? അങ്ങനെയാണോ? ഞങ്ങൾ പ്രാകൃതരല്ലേ? ഞങ്ങൾ കാട്ടുമാറാണ്ടികളല്ലേ? ഹിന്ദുക്കളെ നിങ്ങൾ വിളിക്കുന്നതാ പ്രാകൃതര്, കാട്ടുമാറാണ്ടികൾ എന്നല്ലേ? ഞങ്ങളെ വിട്ടേക്ക്. നിങ്ങളുടെ ഗുരു അല്ലെങ്കിൽ ദൈവം അല്ലെ എന്തുവാട്ടെ, നിങ്ങൾ കുഞ്ഞാട് എന്നാണ്. ഒരാട് തെറ്റിപ്പോയാൽ അതിനെ പോയി കൂട്ടത്ത്, അങ്ങനെയൊക്കെ ഒരു വചനങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ആട് ബിരിയാണി കഴിക്കാണ്ടിരിക്കും, ബാക്കിയൊക്കെ തിന്നോട്ടെ. ഇത് ഇസ്ലാമിന് അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ട്. എന്താണ്? പന്നിയെങ്കിലും വെറുതെ വിടും. ഒരു പന്നി വരെ വെറുതെ വിടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കാരുണ്യലേശം തൊടാത്ത വെറും സാമ്രാജ്യത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ് ഇവയെല്ലാം. അപ്പോ ഒരു സിദ്ധന്റെ അഹിംസ എന്ന് പറഞ്ഞാല് കൊല്ലാതിരിക്കുക എന്നത് മാത്രമല്ല, വൈരം ഉള്ളിൽ നിന്ന് ഇല്ലാതാവുന്നതാണ്. ദേഷ്യം, കോപം, അതായത് ജീവികളോടുള്ള ക്രൂരത ഇല്ലാതാവുക. അല്ലാതെ ഞാൻ കൊല്ലുന്നില്ല, അത് വേർച്ച്യു അല്ല. നീയും ഞാനും അടിസ്ഥാനപരമായി ഒരേ ഉണ്മയാണെന്ന അറിവ് എനിക്കുണ്ട്. നിനക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്കുമുള്ളൂ എന്ന് തിരിച്ചറിവാണ്. അല്ലാതെ ഞാൻ കൊല്ലാണ്ടിരിക്കുകയാണ്, അതല്ല. എന്റെ ദയവായി ദയയല്ല അത്. അപ്പോ ഗാന്ധിജിയുടെ അഹിംസ ബൗദ്ധമാണ്. അത് ആ അഹിംസയാണ് കഥയിൽ, ബൈബിളിൽ കഥയായിട്ട് വന്നപ്പോൾ ഒരു കാരണത്തെ അടിച്ചാൽ മറ്റേ കാരണം തിരിച്ചു കാണിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള പറഞ്ഞത്. അങ്ങനെയുള്ള അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ നാഥനായ പോപ്പിനാണ് ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി, മിലിറ്ററി ഉള്ളത്. അത് ഒരു വ്യക്തിക്കുള്ള സെക്യൂരിറ്റിയാണ്. അപ്പൊ ഒരു കാരണത്തെ അടിച്ചാൽ മറു കാരണം കാണിക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സെക്യൂരിറ്റി ആവശ്യം? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന്. ഇത് മുമ്പാർക്ക് കണ്ടില്ലേ? ഫ്ലഷ് ഉള്ള സോഫയിൽ ആടുകുട്ടികൾ ഞാൻ ചിരിച്ച് രക്ഷയുണ്ട്. കാരണം വെച്ചാൽ എന്താണ് ഈ മുബാറക്ക്, എന്താണ് ഈ ബക്രീദ്? ആടിനെ കൊന്നിട്ട് ദൈവത്തിന് ബലി കൊടുക്കണ പരിപാടിയാണ്. അതിൽ ആട് സുഖമായിട്ട് ഉറങ്ങണാണ്. അത് ഈ ഒരു കാപട്യം മതങ്ങളിലെല്ലാം ഉണ്ട്. നമുക്കതില്ല. നമ്മളും വലിയ കള്ളന്മാരുണ്ട് കേട്ടോ, വേറെ കാര്യം. പക്ഷെ അത് അടിസ്ഥാനപര സിദ്ധാന്തത്തിന്റെ കള്ളത്തരല്ല, മനുഷ്യന്റെ കള്ളത്തരമാണ്. ഇപ്പൊ ഒരു സ്വാമി വേഷം കെട്ടി കള്ളത്തരം കാണിച്ചാൽ അത് സിദ്ധാന്തത്തിന്റെ പ്രശ്നമല്ല, ആ വ്യക്തിക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ്. രാവണൻ കാഷായം ഇട്ടോ എന്ന് പറഞ്ഞു. അതെ, രാവണനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു സിദ്ധൻ ഇസ്ലാം മതത്തിലുമില്ല, ക്രിസ്തു മതത്തിലുമില്ല. സത്യമാണ്. നമ്മുടെ രാവണന്റെ തുല്യമല്ല ഇവരാരും. രാമന്റെ കാര്യങ്ങൾ പറയേ വേണ്ട, അങ്ങോട്ട് പോകണ്ട. രാമൻ പരമവിശുദ്ധിയുടെ പരമപ്രതീകമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പറയല. രാവണനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ല. പിന്നെ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. കുറ്റം മുഴുവൻ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ എളുപ്പമായോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം പറയാണ് ഒരു ദിവസം സ്വപ്നത്തിൽ വന്നിട്ട്, പിന്നെ എന്താണ് പറഞ്ഞത്? ഇബ്രാഹിമെ, നീ നിന്റെ മകനെ എനിക്ക് ബലി തരണം. ഇവിടെ ഭഗവതി വെളിച്ചപ്പാടിലൂടെ പറഞ്ഞാൽ കളിയാക്കുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്. ഇതാരും പറയും, ഇതൊരു സിനിമ എടുക്കാൻ പറ്റുമോ? ദൈവം അനുവദിക്കില്ല. തലയുണ്ടാവില്ല. അപ്പൊ എന്താണ് വേണ്ടത്? ഗാന്ധിജി പറഞ്ഞാണ് വേണ്ടത്? അല്ല, കയ്യൂക്കുള്ളവന് അവന്റെ സിദ്ധാന്തം ശരിയാണെന്ന് എല്ലാവരും പറയിപ്പിക്കാൻ പറ്റും. വിദ്യജി, ഗാന്ധിജി പറഞ്ഞത് അവരെ അലോ ചെയ്യൂ, അവര് നമ്മളെ കൊന്നും അടുക്കുമ്പോൾ കൈ വേദനക്കും നിർത്തിക്കോളൂ. അങ്ങനെയാണല്ലോ പറഞ്ഞേ. അതെ, നവഖാലിയില് ഒരു ക്ഷേത്രം, അല്ല 18 ക്ഷേത്രം പൊളിച്ചിട്ട് ഒരു പള്ളി ഉണ്ടാക്കി, മുസ്ലിം പള്ളി. ഗാന്ധിജിയാണ് ഉദ്ഘാടനത്തിന് പോയേക്കണേ. എന്താ കാരണം? ഇത് വലിയ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ പള്ളി. 18 അമ്പലം പൊളിച്ചിട്ട് അതിന്റെ തൂണുകൊണ്ട് ഉണ്ടാക്കിയ പള്ളി നവഖാലിയില്. അല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന നിരാഹാരം പോലും പാകിസ്ഥാന് കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ട് ആ വിഷമായിരുന്നല്ലോ. അതെ, അങ്ങനെ ചില കാരണവന്മാരുള്ളതാണ് ഹിന്ദുക്കളുടെ ശാപം. എല്ലാ കുടുംബത്തിലും ഉണ്ട് ഇങ്ങനത്തെ സാധനം. ഞാൻ പറഞ്ഞ കുറ്റവാളികളല്ല, എല്ലാ കുടുംബത്തിലും ഇങ്ങനത്തെ ആളുണ്ടാവും. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അടിക്കാൻ ഓടി വരികയാണ്, അയൽവാസി ആവട്ടെ അല്ലെങ്കിൽ ശത്രു ആവട്ടെ. നമ്മുടെ കാർന്നവര് നമ്മുടെ കൈ പിടിച്ച് വയ്ക്കുക, അടിക്കലേ മോനെ അടിക്കലേ എന്ന്. അവനെ അടിക്കാൻ പറഞ്ഞത് അടി മുഴുവൻ നമ്മുടെ മുഖം കൊണ്ട് താങ്ങി, നമ്മുടെ പല്ലും പോയി. ഇതാണ് നടന്നത്. ഇത് നമ്മുടെ ധർമ്മത്തിന്റെ പ്രചാരത്തിന്റെ കുഴപ്പമാണോ? ഇല്ല, ഈ ധർമ്മത്തിൽ അങ്ങനത്തെ പരിപാടി ഇല്ല, തല്ലുകൊള്ളി പരിപാടി ഇല്ല. തല്ലുകൊള്ളികളുടെ മതമല്ലായിരുന്നു ഹിന്ദു മതം ബിഫോർ ഗാന്ധി. BG and AG ആണ് നമ്മുടെ മതം, ബിഫോർ ഗാന്ധി ആൻഡ് ആഫ്റ്റർ ഗാന്ധി. PCAD അല്ല. ബിഫോർ ഗാന്ധി അങ്ങനെ ആയിരുന്നില്ല. So that is why I'm telling Gandhi was planted into the system. Gandhi was planted into the system. ബാരിസ്റ്റർ ആയിരുന്നപ്പോൾ കോട്ടും സൂട്ടും തൊപ്പിയും കൽസറയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് ത്യാഗം.
അല്ല കോച്ച് മുഴുവൻ ബുക്ക് ചെയ്ത് ട്രെയിനിൽ അത് സഞ്ചരിക്കുന്ന ഓഷോ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓഷോ ദ ബുക്ക് ഓഫ് മാൻ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർക്ക് താങ്ങില്ല, വായിച്ചാൽ അവർക്ക് ചങ്കുവേന വരും. ബിഫോർ കമ്മിങ് ടു ഇന്ത്യ ഹി വാസ് ആബ്സല്യൂട്ട്ലി ലീഡിങ് എ വെരി ലക്ഷൂറിയസ് indulging life. When he came to India, he became saintly. That means he was planted into the system. ഈ സിസ്റ്റത്തിലേക്ക് പ്ലാന്റ് ചെയ്ത ഒരാളാണ്. അപ്പം എന്താ പറ്റുക അറിയോ? അയാൾക്ക് മാത്രം നല്ല ഉള്ളില്ല, അയാളത്തല്ലേ അവര് ഇത് പോയില്ലേ. സാധാരണഗതിയിൽ ഒരു പ്രക്ഷോഭം നയിക്കുമ്പോൾ ആദ്യം ഇപ്പൊ നമ്മളെ 10 പേര് തല്ലാൻ വരുന്നു, അപ്പൊ നമ്മൾ ആദ്യം നോക്കാം അതിൽ ഏറ്റവും ലീഡർ അവനല്ല ആദ്യം കൊടുക്കുക. അവൻ വീണാ പിന്നെ സമരമില്ലല്ലോ. ബ്രിട്ടീഷുകാർ അയാളെ മാത്രം കാര്യമായിട്ടൊന്നും ചെയ്തില്ല, മറ്റുള്ളവർക്കൊക്കെ വെടിവെച്ച് അങ്ങോട്ട് കൊന്നു. സോ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു മുമ്പ്. ഇയാളുടെ മുമ്പ് ഇദ്ദേഹം വന്നപ്പം ആകെ കളം മാറി. അതായത് എൻ്റെ തറവാട് 10 കയ്യൂക്കുകാർ കയറി കീഴടക്കിന്ന് വരിക, ഞാൻ അതിൻ്റെ മുറ്റത്തിരുന്ന് ഭജന പാടുക എന്ന് വരുത് കേട്ടിട്ട് വെറുത്തിട്ട് പോയിക്കോളൂ വെച്ചിട്ട്. അതൊരു സമരമാണോ? അല്ല. ശബരിമലയിൽ സർക്കാർ കയ്യൂക്കോട് കൂടി പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെ അടിച്ചു ഓടിക്കുന്നു, വിരിവെക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മളുടനെ അവിടെ നാമജപ സമരം. അതിനർത്ഥം ഈ 2 പേർക്കും ഒരേ ഇൻറ്റൻഷൻ ആണെന്നാണ്. ഇതേ ആൾക്കാരുടെ ഓഫീസിലേക്ക് 10 പേര് ഓടിക്കേറിയാൽ അവർ ഒരു നാമം ജപിക്കുവോ അതോ അവിടുന്ന് വടിയെടുത്ത് അടിക്കുവോ? അപ്പൊ തന്നെ അടിക്കും. ഒരു എന്റെ സംശയം ചോദിക്കുന്നത്, യു ക്യാൻ കോൾ മീ എനിത്തിങ്. യു ക്യാൻ കോൾ മീ എ ബ്ലാക്ക് ഷീപ്പ്, യു ക്യാൻ കോൾ മീ എ റാസ്കൽ, you can call me a bastard even. I agree with that, but answer me politely, answer me correctly. നിങ്ങളുടെ ഓഫീസിലേക്ക്, കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ BJPയുടെയോ RSSന്റെയോ SDP യുടെയോ ഓഫീസിലേക്ക് 10 പേർ ഓടി വന്ന് കയറിയാൽ, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഓടിക്കേറിയാൽ, നിങ്ങൾ അവിടെ അപ്പം തന്നെ കുത്തിയിരുന്നിട്ട് ഗണേശ ശരണം ശരണം ഗണേശ എന്ന് പാടുമോ? അതോ നിങ്ങളുടെ കയ്യിലുള്ള ദണ്ഡയോ വടിവാളോ കൊടുവാളോ, ഓരോ പാർട്ടിക്ക് ഓരോ സാധനം ഉണ്ടല്ലോ, എടുത്ത് വെട്ടുമോ അടിക്കുമോ? അടിക്കാൻ തന്നെ ചെയ്യും. എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളുടെ ഹൃദയനാഥനായ ശ്രദ്ധാമൂർത്തിയായ അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും കാതലായ ഒരു വിഷയം വന്ന് നമ്മൾ നീറിയപ്പോൾ നാമജപം സമരമായി സ്വീകരിച്ചു? നമ്മൾ അക്രമികളായി ധരിക്കും എന്നാണ് നരേറ്റീവ്. ഓ അങ്ങനെ. അത് തമാശ. ഇടുക്കി ഗോൾഡ് എന്നൊരു പടം എടുത്തു ആഷിഖ് കപൂർ. ആ പടത്തില് നമ്മുടെ പഴയ രവിയില്ലേ, ഡാൻസ് ചെയ്യുന്ന രവി, ഓർമ്മയുണ്ട്? പഴയ രവി, എന്താ ഡിസ്കോ രവി, അങ്ങനത്തെ പേരെ പുള്ളി. പുള്ളി ഒരു തമാശ, എടാ നീ എന്താണ് കല്യാണം കഴിക്കാൻ? അപ്പൊ അവൻ പറയാ, എടാ കല്യാണം കഴിച്ചാല് കുട്ടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ അച്ഛനമ്മ ചിന്തിക്കരുത് നമ്മൾ അത്രക്കാരാന്ന്. ഇതാണ് പരിപാടി. ഷണ്ടത്വം ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു വൺ പേഴ്സൺ ഓർ ഫിസിക്കൽ കപ്പാസിറ്റി. ഷണ്ടത്വം ക്യാൻ ബി കൾച്ചറൽ ഷണ്ടത്വം. നമ്മൾ പഴയ ധർമ്മത്തിലേക്ക് പോവാൻ, തിരിച്ചു പോവാൻ, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ചെയ്ത പോലെ, ഭഗത് സിംഗ് ചെയ്ത പോലെ പോയി റെസിസ്റ്റൻസിലേക്ക് പോകാൻ എന്തൊക്കെ ചെയ്യണം? വേണ്ടേ നമുക്ക്? അൾട്ടിമേറ്റ്ലി നമ്മൾ കുന്നംകുളത്ത്, ഇവിടെ അടുത്താണല്ലോ, കുന്നംകുളത്ത് നിന്ന് റബ്ബറിന്റെ നട്ടൽ വാങ്ങി ഫിറ്റ് ചെയ്യുക. ഈ ഒരു സത്യം പറയാം, എക്സിസ്റ്റിംഗ് ആയ പ്രസ്ഥാനങ്ങളെ കൊണ്ട് ഹിന്ദു ധർമ്മത്തിന് മൊത്തത്തിൽ ഗുണമുണ്ടാവില്ല. എന്റെ കാഴ്ചപ്പാടാണ്. എനിക്ക് അവരോട് നന്ദിയുണ്ട്. എന്താ നന്ദി എന്നറിയോ? എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതിലുള്ള നന്ദി. പിണറായി വിജയനെ അവർ ജീവിക്കാൻ വിട്ടാലും ഗുരുമൂർത്തി അവർ വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി. ബ്രിട്ടീഷുകാരെ ഞാൻ ചിലപ്പോൾ വെറുതെ വിടും, പക്ഷെ ഒരു സരോജിനി നായിഡുവിനെ അങ്ങനെ വലിയ ആളാവാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലായിടത്തും അത് തന്നെയാണ്. നേരെ അപ്പുറത്ത് ഞാൻ വേണേ രാജീവ് ചന്ദ്രശേഖരനെ വെറുതെ വിടും, ശൈലജ ടീച്ചറെ ഞാൻ വളരാൻ അനുവദിക്കില്ല. അങ്ങനെയാണ് ഓരോ പ്രസ്ഥാനത്തിനും, അങ്ങനെയാണ്. അല്ലാതെ ശത്രു എന്ന് പറയുന്ന പ്രഖ്യാപിത ശത്രു അല്ല ഇപ്പോഴും ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവരോടൊക്കെ നന്ദിയുണ്ട്. ഞാൻ ഇവരെയൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിക്കാതെ, അവരുടെ കോപത്തിന് പാത്രമാവാതെ ഈ ദൈവങ്ങളൊക്കെ വിമർശിക്കാറുണ്ട്. എന്നിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നുള്ളൊരു നന്ദി എനിക്ക് അവരോടുണ്ട്. അടിയനും ഈ ലോകത്ത് ജീവിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ വീരശിവജിയുടെ പേര് ഉപയോഗിക്കുകയും നിങ്ങൾ വിവേകാനന്ദനെ ഇടയ്ക്കിടെ കോട്ട് ചെയ്യുകയും ചെയ്തിട്ട് കേക്ക് കൊണ്ടു നടക്കുന്ന പരിപാടി ശരിയല്ല. ക്രിസ്മസിന് ഞങ്ങൾ കേക്ക് തരാം, നിങ്ങൾ വോട്ട് തരൂ, അത് ശരിയല്ല. ഒരു ബാലൻസിങ് ആക്ട് ആണ്. അത് ബാലൻസിങ് അല്ല, അത് നട്ടലില്ലാത്ത അവസ്ഥയാണ്, ഷണ്ടത്വമാണ്. കൾച്ചറൽ, അതായത് സാംസ്കാരികമായി നമ്മൾ ഷണ്ടത്വം സ്വീകരിച്ചു എന്നുള്ള തെളിവാണത്. അതായത് ഗാന്ധിയുടെ സിദ്ധാന്തം തന്നെയാണ് ഇന്നും
പ്രയോഗിക്കപ്പെടുന്നത് ശിവാജിയുടെ സിദ്ധാന്തം പ്രയോഗിക്കപ്പെടുന്നില്ല. ശിവാജി പോസ്റ്ററുകളിലും കച്ചുവ അതിലേ ഉള്ളൂ. മനസ്സിലായ? പോസ്റ്റർ ബോയ് ആയി മാത്രം. ഈ ഇതുണ്ടല്ലോ, വണ്ടി പോകുമ്പോ ഡാൻസ് കളിക്കാൻ ചില പിള്ളേര്, വെകിളി പിള്ളേര്, അപ്പൊ പുറകിലും പാട്ട് കച്ചുവ. മറ്റേ ശിവാജി ഒരു പോസ്റ്റർ ബോയ് മാത്രമായി മാറുകയാണ്. സിദ്ധാന്തം ഗാന്ധിജിയാണ്, ഒരു സംശയമില്ല. അത് കോൺഗ്രസിന്റെയും BJPയുടെയും CPMന്റെയും അടിസ്ഥാനപരമായ സിദ്ധാന്തം ഗാന്ധിജിയുടെയാണ്. എന്തുകൊണ്ടാണ് ഗാന്ധിക്ക് ഇത്ര സ്വീകാര്യത കിട്ടുന്നത്? മാക്കിയവെലി എഴുതിയൊരു പുസ്തകം അറിയില്ലേ? മാക്കിയവെലിന്റെ സിദ്ധാന്തം കേട്ടിട്ട്? മാക്കിയവെലി എന്താ പറഞ്ഞത്? എങ്ങനെയാണ് കുതന്ത്രം ഉപയോഗിച്ചാലും രാജഭരണം കിട്ടുക, പ്രിൻസ് എങ്ങനെയാണ് രാജാവായിട്ട് നിൽക്കാൻ പറ്റുക? ആ സിദ്ധാന്തം ഭൂഗോളത്തിൽ 7 വൻകരകൾ എന്നല്ലേ പറഞ്ഞത്, ഈ 7 വൻകരകളിലും ഏറ്റവും സമർത്ഥമായി പയറ്റിയ ഒരാളാണ് ഗാന്ധിജി. നെപ്പോളിയന് തെറ്റുപറ്റി, ഹിറ്റ്ലർക്ക് തെറ്റുപറ്റി, അവരൊക്കെ സമൂഹത്തിൽ വില്ലന്മാരാണ് അല്ലെ? ഹിറ്റ്ലർ ആരാ? വില്ലനായിട്ടാണ് കാണിക്കുന്നത്. ഏറ്റവും സമർത്ഥമായി ഭാരതത്തിൽ പ്രയോഗിച്ചത് ഗാന്ധിജി, സകല ഭൂഗോളത്തിലും പ്രയോഗിച്ചത് ക്രിസ്തീയ സഭ. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞത്, ഗാന്ധി ഇസ് 90% ക്രിസ്ത്യൻ, 9% ജെയിൻ and 1% ഹിന്ദു. ഓഷോയുടെ വളരെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ്. 90% ആൾ ക്രിസ്ത്യാനി, കാരണം അയാൾ അധികാരം നിലനിർത്തും, അങ്ങനെ ആ ചിന്ത. 9% ജയൻ എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ നിഷ്ഠ, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, നിരാഹാരം കിടക്കലും ചോര തൂറലും, അത് ഓഷോ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്കാണ്. അനങ്ങിയ പട്ടിണി കിടക്കുക. That's a very ulterior form of defense, ulterior form of protest. പട്ടിണി കിടക്കരുത്, ആരെയും പട്ടിണി കിടത്തരുത്. ഇതിൽ അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന സംസ്കാരമാണിത്. ആരും അത്താഴ പട്ടിണി കിടക്കരുത്, നായ പോലും. ആ കൾച്ചർ ഇപ്പം എന്തായി? ആർക്കും ചോറ് കൊടുക്കരുത്, നായ്ക്ക് കൊടുക്കരുത്, അവന് കൊടുക്കരുത്, എൻ്റെ മതിൽ കെട്ടിത്തിരിക്കുക. ഈ വെള്ളത്തിന്റെ പ്രത്യേകതയുണ്ട്, അത് മതിൽ പൊളിച്ചു വരും. ഇപ്പൊ അതാണ് നടക്കുന്നത്. What you do to them will come back to you in the most subtle and soft form. നിങ്ങൾ എന്താണോ സഹജീവികളോട് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് വരും. അതൊന്നും അല്ല, അത് എങ്ങനെ അവിടെ see, that is your explanation, but what is your experience? കർമ്മ അവരും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു മതമാണ് ക്രിസ്ത്യാനിക്കും അപ്ലൈ ചെയ്യുന്നത്, മുസ്ലിമിനും അപ്ലൈ ചെയ്യണത്, കമ്മ്യൂണിസ്റ്റിനും അപ്ലൈ ചെയ്യണത്, രവിചന്ദ്രനും തന്നെയാണ് ഹിന്ദു മതം പറഞ്ഞ സിദ്ധാന്തമാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യുക്തിവാദമാണ്, എനിക്ക് കർമ്മ സിദ്ധാന്തം എനിക്ക് ഫലിക്കില്ല, ഞാൻ നായെ കൊന്നാലും വെള്ളം ഇവിടെ വരില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു യുക്തിവാദി പറയട്ടെ. വാട്ട് യു ഡു വിൽ കം ബാക്ക് ടു യു ഇസ് എ വെരി സിമ്പിൾ ഫിലോസഫി taught by Indian Hindu rishis. So then you say, I am not Hindu. ഹിന്ദു മതം പൊട്ടയാണ്. യു ആർ ഹിന്ദു. ഞാൻ ഹിന്ദു അല്ല. നിന്റെ വീട്ടിൽ വെള്ളം വന്ന് നീ പിന്നെ പാടം നികത്തിയാണോ വീട് വെച്ചത്? അതെ. പാടം നികത്തുക എന്നത് കർമ്മം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, തെറ്റായ കർമ്മമാണ്. പാടം നികത്തിയ കർമ്മത്തിന് വെള്ളം വായി കയറി മരിക്കാം, അത് കർമ്മ സിദ്ധാന്തമാണ്, നീ അംഗീകരിച്ചേ പറ്റൂ. ഹിന്ദുമതം അതുകൊണ്ടാണ് ലോ ആണ്, ഇറ്റേണൽ ലോസ് ആണ് ധർമ്മം. ഇറ്റ് ഈസ് നോട്ട് in some form in the past, it is not some form in the present, in the future it is not going to change. So ത്രികാലത്താലും അബാധിതമായ ഒന്നിനെ സത്യം എന്ന് വിളിക്കുന്നത്, അതാണ് സനാതനം. ഇറ്റേണൽ ലോസ് ആണ് ഇത്. അങ്ങ് ഈ പറഞ്ഞ പോയിന്റിനെയാണ് വളച്ചിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സോഷ്യോ പൊളിറ്റിക്കൽ ആംഗിളിൽ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്നത്. ഇതിനെ വളച്ചെടുത്തുകൊണ്ട് പോവാണ് അങ്ങോട്ട്. ഇത് പറയുന്നില്ല, ഇത്ര ബുദ്ധിയൊന്നുമില്ല, ഒരു പുസ്തകം വായിക്കില്ല, അത് വെറുതെ വരിക. അതിങ്ങനെയുണ്ട്. ശിക്കാരി ശംഭു പിന്നെ പുലിയെ പിടിച്ച കഥ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ വായിച്ച് ഒരുപാട് ചിരിച്ചാണ്. അന്ന് പൂമ്പാറ്റയിലാണോ വന്നിരുന്നത്? ബാലരമേല്. പൂമ്പാറ്റൊക്കെ നിന്നൂലോ. അപ്പം ശിക്കാരി ശംഭു പുലിയെ പിടിച്ചു. ഗ്രാമത്തിൽ പുലിയെ ശിക്കാരി ശംഭുവിന് വിറച്ചിട്ട് വയ്യ. ശിക്കാരി ശംഭുവിന്റെ മീശയൊക്കെ കണ്ടാൽ മീശയെ വിറക്കണം, വെച്ചാൽ പേടിച്ചിട്ടാണ്. നാട്ടുകാരെ അവന്റെ തൊപ്പി, പിന്നെ മുട്ട് വരെയുള്ള ട്രൗസർ, അവന്റെ ബെൽറ്റൊക്കെ കണ്ടാൽ ആൾക്കാർ ഇവൻ ഭയങ്കരം തന്നെ എന്ന് വിചാരിക്കും. പക്ഷെ ഇവൻ പേടിച്ചിട്ടാണ് വിറയ്ക്കണത്. ഇവൻ എന്ത് ചെയ്തു? പുലിയെ ശിക്കാരിയാണല്ലോ, പുലിയെ പിടിച്ചല്ലേ പറ്റൂ, പണ്ടാരം എന്ന് വെച്ചിട്ട് രാത്രി ആൾക്കാരൊക്കെ ഉറങ്ങിയ നേരത്ത് മെല്ലെ തോക്കെടുത്തിട്ട് പോവുകയാണ്. അപ്പൊ ബാക്കിൽ പുലി ഓടി. ഓട്ടം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്തായാലും പറയാൻ എനിക്കറിയില്ല. അമ്മായത്തെ ഓട്ടം ഓടിയിട്ട് മരത്തിന് മുകളിൽ കയറി. മരത്തിന് വലിയ മുകളിൽ കയറി. പുലി താഴെ ഇരിക്കുകയാണ്. ശിക്കാരി ചെമ്പ് കയറി വഴിക്ക് ഉറങ്ങിപ്പോയി ഇരുന്നിട്ട് തെന്നിയോട് വീണു. പുലിയുടെ മണ്ടയ്ക്ക് പുലി എത്തു. ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെയും കഥ, നമ്മുടെ എല്ലാവരെയും കഥ ഇതാണ്. നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങളൊന്നുമല്ല ഇത്.
ഇനി കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പോയാൽ ഉം. അത് രാമദാസിനെ ഉപദ്രവിക്കും, എന്നെ ഉപദ്രവിക്കും. ഇല്ല, നമുക്ക് നമ്മുടെ ധർമ്മം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? തിരിച്ചുകൊണ്ട് അതിലൂടെ ഉണ്ട്. ഉണ്ട്. ധർമ്മ ഇസ് സ്റ്റിൽ ഹിയർ. ഉം. വായുവിനെ തിരിച്ചുകൊണ്ട് അതിലൂടെ ഉണ്ടല്ലോ. ഉം. നിങ്ങൾ ശ്വസിക്കുന്നു, ഇതാണ് നിങ്ങൾ ശ്വസിക്കുന്നത് എന്ന് ബോധ്യം ഉണ്ടായാൽ മതി. ആപ്ലിക്കേഷൻ വൈസ് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു എപ്പോഴും പറയുന്നത് 5 തരത്തിലൊരു മനുഷ്യൻ രൂപപ്പെടണം. ഉം. ആദ്യം ഫിസിക്കൽ, ഉം. ശാരീരികമായി ശക്തി ഉണ്ടാവണം. ശാരീരികമായി നമ്മൾ വ്യായാമ മുറകൾ പരിശീലിക്കണം. അത് ആരോഗ്യത്തിന് മാത്രമല്ല, ഉം. പെറ്റമ്മയെ പറഞ്ഞ താടിക്കെട്ട് തട്ടാനുമാണ്. അങ്ങനെ ആരോഗ്യത്തിന് ഞങ്ങൾ വ്യായാമ മുറകൾ ചെയ്യണം. അതൊന്നും പറയരുത്. ആരെയും പ്രീണിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ സമുദായത്തിന് നേരെ ഒരു കാര്യം വന്നാൽ തിരിച്ചടിക്കാൻ തന്നെയാണെന്ന് പറയുന്നത് കുഴപ്പം. യു ഡോണ്ട് കം ടു അസ്, ഡോണ്ട് ട്രൈ ടു ഇൻസൾട്ട് അസ്. യു ബി ദെയർ, യു പ്രാക്ടീസ് വാട്ട് എവർ യു വോണ്ട്. നിങ്ങൾക്ക് എന്താ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. നിസ്കരിക്കുകയോ വാങ്കുവിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മുട്ടിപ്പായ പ്രാർത്ഥിക്കുകയോ, ദാറ്റ് ഇസ് അപ് ടു യു. ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല. ബട്ട് ഡോണ്ട് ട്രൈ ടു ഇൻസൾട്ട് അസ്. ഇൻസൾട്ട് വിൽ റിസൾട്ട് ഇൻ ഇഞ്ചുറി. ഇപ്പൊ നേപ്പാളിൽ നടക്കുന്നുണ്ട്. അത് പറയാൻ പോലും ധൈര്യമില്ല. ഞങ്ങളിവിടെ വ്യായാമം ചെയ്യാണ്. അതൊന്നുമല്ല. വി ആർ ട്രെയിനിങ് അവർ യങ്സ്റ്റേഴ്സ് ടു ഡിഫെൻഡ് their culture, and ultimately we believe at times offense is the best defense. So first is physical. First physically ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, ഒരു 20 വയസ്സുള്ള പയ്യൻ, അല്ലെങ്കിൽ 18 വയസ്സുള്ള പയ്യൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ആ കാലത്ത് എൻ്റെ 18 വയസ്സ് ചെയ്ത കാര്യമാണ്. നിങ്ങൾ അതിനൊരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ കൃത്യം പറഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞ് ഒരു കുറച്ച് ദിവസമായിട്ടുള്ളൂ. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് ഞങ്ങൾ കോഴിക്കോടുള്ള ഒരു പ്രദേശത്ത് കൂടെ, അവിടെ ഞങ്ങൾ ഗുരുസ്വാമി, ഞാൻ താമസിക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറമാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ സ്കൂട്ടറിൽ പോവാണ്. ബാക്കിൽ ഞാൻ ഇരിക്കുന്നു, അയാൾ മുമ്പിൽ ഓടിക്കുന്നു. അയാളും സ്വാമിയാണ്. പോകുന്ന സമയത്ത് ആ കവലയിൽ, ഒരു മുസ്ലിങ്ങൾ കൂടുതലുള്ള കവലയാണ്, അവിടെ ഒരു 10-40 വയസ്സുള്ള ആള് മാലയിട്ടിരിക്കുകയാണ്. അയാള് ഞങ്ങൾ വഴി ചോദിക്കുക, ഗുരുസ്വാമി മാറി, വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് അടുത്ത് തന്നെ മാറിയപ്പോൾ എവിടെയാണ് കടയിൽ ചോദിക്കാന്ന് വെച്ചാൽ അയാളോട് വണ്ടി നിർത്തിയപ്പോൾ ഈ അയ്യപ്പനെ ഇവൻ ഒരു മുസ്ലിം, ആരോഗ്യവാനായ മുസ്ലിം നല്ലോണം ഭേദ്യം ചെയ്യാണ്. എന്തു ചെറിയ വിഷയം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളുടെ മുദ്രമാല പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ ഇൻസിഡന്റിന്റെ അപ്പുറം എനിക്കറിയില്ല, എനിക്കറിയും വേണ്ട. എന്തുകൊണ്ട് അയാൾ തല്ലുകൊണ്ടു? അയ്യപ്പനായിട്ട് സിഗരറ്റ് വലിച്ചിട്ടോ അയ്യപ്പനായിട്ട് അതിനെതിരായിട്ടാണോ എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് തല്ലുകൊള്ളണം. പക്ഷേ ഞാൻ പിന്നീട് അറിഞ്ഞത് എന്തൊരു പൈസ കടം വാങ്ങിട്ട് കൊടുക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണെന്നാണ്. അതൊന്നും പല അവധി പറഞ്ഞിട്ടും മലയ്ക്ക് പോയി വന്നിട്ട് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ പോയിട്ട് ഇതിൽ പിടിച്ചിട്ട് എന്നാൽ അപ്പം തന്നെ പൊട്ടിച്ചാൽ പിന്നെ മലയ്ക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നീട് ഞാൻ അന്വേഷിച്ചു. അവിടെ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ശാരീരികമായിട്ട് തല്ലു കൊള്ളാനെങ്കിലുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു സംഘടനയും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങൾ വിളിച്ചിട്ട് ഉടനെ എനിക്കിവിടെ തല്ലുള്ളൂ, ഞാൻ ഹിന്ദുവാണ്, വരുമോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങളോട് നിങ്ങളെ സംഘവയസ് എത്രയാ, എത്ര കാലം ചാകയിപ്പോട്ടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാനുണ്ടോ? അല്ല, ആരും പറ്റില്ല. ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും രക്ഷിക്കപ്പെടില്ല. അതുകൊണ്ട് ആരെയും കാത്തു നിൽക്കണ്ട. നിങ്ങൾ സ്വയം ഫിസിക്കലി ഡെയിലി, ഞാൻ മിനിമം പറയാം, ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 50 പുഷപ്സ്, 50 പുള്ളപ്സ്, 50 സിറ്റപ്പ്, ഈ എന്താ പറയണേ, നമ്മളെ ബൈടെക്കിനെ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ, സിറ്റപ്സ്, ഒരു 50 ആബ്ഡമൻ, 50-50 എല്ലാം ഒരു 10 എക്സസൈസസ് ചെയ്യാൻ പറ്റണം. ഒറ്റ ദിവസം കൊണ്ടല്ല, തുടക്കത്തിൽ 5 എണ്ണം പോലും ചെയ്യാൻ പറ്റില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ 50 എണ്ണം എടുക്കാനുള്ള ശാരീരിക ആരോഗ്യം നിലനിർത്തണം നിർബന്ധമായിട്ടും. ഒരു പൈസയും ജിമ്മിൽ കൊടുക്കണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ ഗ്രൗണ്ട്സ്. അത് ഫിസിക്കൽ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, പേടിക്കില്ല, അവനുള്ളൊരു ഉറപ്പ് വരും. അത് ആദ്യം ഫിസിക്കൽ വേണം. 2 ഇക്കണോമിക് ആണ്. എല്ലാവരും ചിന്തിക്കുക ഇന്റലക്ച്വൽ ആണ്. ഫിസിക്കൽ കഴിഞ്ഞ അടുത്ത് ഇക്കണോമിക് ആണ്. സാമ്പത്തികമായി നിങ്ങൾ സാമ്പത്തികമായി നല്ലവണ്ണം ധനം സമ്പാദിക്കാൻ പറ്റണം. എൻ്റെ 2
സ്റ്റുഡൻസ്, ചെറിയ പിള്ളേരാണ് അവരെന്നോട് വിഷുക്കാലം വന്നപ്പോൾ ചോദിച്ചു, ഞങ്ങൾ എന്തെങ്കിലും ചെറിയ കച്ചവടം തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പോൾ അവരെവിടെ നിന്നൊക്കെ ഷർട്ടുകളും മറ്റേ പുതിയ ട്രെൻഡി ആയിട്ടുള്ള ഷർട്ട്സ്, അതുപോലെ ജീൻസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ നടത്തിയിട്ട് കുറേ കച്ചവടം ചെയ്തു. ഇപ്പോൾ അവർ നല്ല രീതിയിൽ കടയിട്ടു. രണ്ടുപേരും പഠിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പണ്ട് തറവാട്ടിൽ എന്താ പറയുക, അയ്യേ അതൊന്നും ചെയ്യാൻ പോണ്ട, അത് തെറ്റാണ്. അവർ മോഷ്ടിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, അധ്വാനിക്കാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കണം. ഉണ്ടാക്കിയ പണം കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഹിന്ദുവിന് വളരെ പ്രധാനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയെന്ന് വരിക, അമ്മയുടെ മുമ്പ് കൊണ്ടു കൊടുക്കും. പെറ്റമ്മയ്ക്ക് കൊടുക്കുക. അമ്മയ്ക്ക് എത്ര വേണ്ടതെന്ന് ചോദിക്കാവോ, അമ്മയ്ക്ക് ഇത്ര കൊടുക്കുകയല്ല. മനസ്സിലായി. എൻ്റെ അമ്മയ്ക്ക് പ്രായമായി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ വയസ്സായപ്പോൾ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനായിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റ്ലറെ പോലെയായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരു നല്ല പുതിയ രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും അമ്മ കണ്ടിട്ട് പോലുമില്ല. അന്തർജനം, അന്തർജനം, ഉള്ളിൽ താമസിക്കുക, അങ്ങനെ ജീവിക്കുക. അപ്പൊ അച്ഛൻ്റെ അടുത്ത് നിന്ന് അമ്മ എൻ്റെ കൂടെ ഒന്ന് താമസിച്ചു. അപ്പോൾ ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നാണ്. പക്ഷെ അമ്മയ്ക്ക് കുറച്ചുകൂടെ എൻ്റെ അടുത്താകുമ്പോൾ കുറച്ചുകൂടി ഫ്രീഡം കിട്ടുമല്ലോ. ഞാൻ ആദ്യം ചെയ്തത് ചുരിദാറുകളുടെ സെറ്റ് നോക്കാൻ തുടങ്ങി. സാധാരണ ചെറുക്കന്മാരൊക്കെ പെൺപിള്ളേർക്ക് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടാണ് ചുരിദാർ തിരഞ്ഞു പോവുക. ഇപ്പൊ ചുരിദാർ നിരന്ന് വേറെ എന്തൊക്കെയാണ്. ഞാൻ ആദ്യം ചെയ്തത് പല പല ആളുകളുടെ അടുത്ത് പോയിട്ട് ചുരിദാറിന്റെ ഡിസൈനുകൾ. അപ്പൊ ഞാനൊരു 3-4 ചുരിദാർ അമ്മയ്ക്ക്, അമ്മ അയ്യോ ഇതൊന്നും ഇടാൻ പറ്റില്ല, അയ്യോ ഇത് നാണക്കേടാണത്, അത് അവർക്ക് ആ ഷെല്ലിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ഇട്ടേ പറ്റൂ. അപ്പൊ ഞാൻ അമ്മയെ കൊണ്ട് ചുരിദാർ ഇടിച്ചിട്ടും ആണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏത് സാരിയാണ് വേണ്ടത്. എൻ്റെ അമ്മയുടെ മണം മഞ്ഞളുടെ മണമാണ്, മഞ്ഞൾ അരിപ്പൊടി, അല്ലാതെ പെർഫ്യൂമിൻ്റെയോ അങ്ങനത്തെ. എൻ്റെ അമ്മയുടെ ചെറുപ്പം മുതൽ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ ആ ഒരു മണം മഞ്ഞൾപ്പൊടിയുടെയും ഈ അരിപ്പൊടിയുടെയാണ്. ഇപ്പം ഞാൻ അമ്മയ്ക്ക് ഒരു വില കൂടിയ പെർഫ്യൂം വാങ്ങി കൊടുക്കും. ഞാൻ ചിലപ്പോൾ പെർഫ്യൂം അടിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ വില കൂടി വാങ്ങി കൊടുക്കും. ഇത് ഈ കല്യാണത്തിന് മുമ്പ്, ഇപ്പോഴത്തെ കാര്യമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. വൈഫിന് ഒരു സാധനം എടുത്ത് അതേപോലെ തന്നെ അമ്മയ്ക്ക് കൊടുക്കും. അത് അവിടെ വഴക്കുള്ളതുകൊണ്ടല്ല. ഇറ്റ് ഈസ് മൈ പ്രൈമറി ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഓഫ് മൈ മദർ ബിക്കോസ് മൈ എക്സിസ്റ്റൻസ് ഓസ് എവറിഥിങ് ടു ഹർ. എൻ്റെ അസ്തിത്വം എല്ലാം അമ്മ കാരണമാണ്. സത്യം സത്യം. അച്ഛനും അതിൽ പങ്കുണ്ട്. അച്ഛന് കൊടുക്കാം അംശം, അമ്മ എടുക്കാം, അമ്മയ്ക്ക് എടുക്കാം, അച്ഛന് കൊടുക്കാം, ഭാര്യയ്ക്ക് കൊടുക്കാം, മക്കൾക്ക് കൊടുക്കാം. എടുക്കാൻ ഒരാൾക്ക് അവകാശമുള്ളൂ, അമ്മയ്ക്ക് മാത്രം. ഇതാണ് അടിസ്ഥാനപരമായ ഒരു ഹിന്ദു മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ എക്കണോമിക്സ് ഒന്നും എനിക്കറിയില്ല, എന്താണെന്ന് എനിക്ക് അറിയും വേണ്ട. ഹിന്ദു കുട്ടികളെ നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ എക്കണോമിക്സ് തുടങ്ങുന്നത് എങ്ങനെയാണ്, അമ്മയ്ക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയാൽ നിങ്ങൾ അതിൽ അമ്മയ്ക്ക്, അമ്മ ഏതാ 100 രൂപ വെച്ചോ എന്നല്ല പറയണത്. അമ്മയെ 10,000 കിട്ടി, അമ്മയ്ക്ക് എത്രയാണ് വേണ്ടത്? എനിക്ക് 10,000 വേണമെന്ന് പറഞ്ഞാൽ പരാതി ഇല്ലാണ്ട് മിണ്ടാതെ പോന്നോളാം. കാരണം 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഓഥോറിറ്റി ഹിന്ദു മതത്തിലേ ഉള്ളൂ, അത് അമ്മയും ഗുരുവുമാണ്. മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ശങ്കരാചാര്യർക്ക് ഈ മുതലയുടെ ഡ്രാമ കളിക്കേണ്ടത്. എന്തുകൊണ്ടാ? അമ്മ അനുവദിക്കാതെ സന്യസിക്കാൻ പറ്റില്ല. പെറ്റമ്മ അനുവദിക്കാതെ സന്യസിക്കാൻ പോലും അവകാശമില്ലാത്ത ധർമ്മമാണ് ഹിന്ദുധർമ്മം. എന്നാൽ ഇന്ന് ഹിന്ദുക്കളുടെ പെറ്റമ്മമാരെ എന്താണ് ഹിന്ദുക്കൾ ചെയ്യുന്നത്? കഷ്ടമാണ്. ഗുരുവായൂർ പോയാൽ അറിയാം. അമ്മയെ ഗുരുവായൂർ കാണണ്ടേന്ന് വെച്ചിട്ട് കൊണ്ടുപോയാൽ ഓർത്തോളൂ, നിങ്ങളെ കളയാൻ കൊണ്ടുപോവാണ്. പടുപാപികളാണ് ഹിന്ദുക്കൾ, പടുപാപികൾ, സാധാരണ പാപികളല്ല. പെറ്റമ്മയെ കൂട്ടിക്കൊണ്ട്, അത് നല്ലൊരു സിനിമയുണ്ട്, സലീം കുമാറും ശാന്താദേവി അഭിനയിച്ചത്. എന്താണ്, കേരള കഫേ എന്നുള്ളൊരു 10 സിനിമകളിലൊരു ഇതുണ്ട്. അതിലൊരു പടം, ശാന്താദേവി വയസ്സായി കണ്ണ് കാണാത്ത ഒരു അമ്മയാണ്. അപ്പൊ അവർ ഇടയ്ക്ക് ഇരുന്നിടത്ത് മൂത്രം ഒഴിച്ചു പോകും, സുഖലായിട്ട്. അപ്പൊ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തണം, ഈ സ്ത്രീ എവിടെയും മൂത്രം, ഈ തുണി കഴുകി മടുത്തു, എനിക്ക് വേണ്ട. അപ്പൊ ഭാര്യയെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഇഷ്ടമുള്ള അമ്മയെ സിനിമ കാണിക്കാൻ കൊണ്ടുപോവാണ്. അവർക്ക് കാണാമെന്ന് വയ്യ, കാഴ്ചയില്ലാത്ത സ്ത്രീയാണ്. അവരെ കൊണ്ട് അമ്മ പിടിക്കാൻ ഐസ്ക്രീം വാങ്ങി കൊണ്ടുവരാൻ അവിടെ ഇരുത്തിയിട്ട് പോകും. കണ്ടിട്ടുണ്ട്. സലീം കുമാറിന്റെ ദ ബെസ്റ്റ് പെർഫോമൻസ് ആ പടത്തിലാണ്. ശാന്താദേവിയുടെ അഭിനയം പറയണ്ടല്ലോ, അവര് വളരെ വെറ്ററൻ ആക്ട്രസ് ആണ്. അവർ മരിച്ചു, കഷ്ടപ്പെട്ടാണ് അവരും മരിച്ചത്, കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഹിന്ദു കുട്ടികൾക്ക് സ്വന്തം അമ്മ എങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള
ആണത്തമെങ്കിലും വേണം. അതെ 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 സത്യമാണ്. ഫസ്റ്റ് ഫിസിക്കൽ, സെക്കൻഡ് ഇസ് ഇക്കണോമിക്. ദാറ്റ് മീൻസ് യുവർ ഫൈനാൻസ് ഷുഡ് ബി ക്ലീൻ. ഇറ്റ് ഷുഡ് സപ്പോർട്ട് യുവർ ഫാമിലി ഫസ്റ്റ്. നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ ആദ്യം സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായി. 3, കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓവർഫ്ലോ ചെയ്യുന്നതാണ് തെരുവുനായ്ക്കൾക്കും വീട്ടിൽ വന്ന നായ്ക്കൾക്കും പിന്നെ സഹജീവികൾക്കും അയൽവാസിക്കും ഒക്കെ കിട്ടേണ്ടത്. പക്ഷെ ഫസ്റ്റ് ഇവിടെ നിറയണം. 3ാമത്തത് ഇന്റലക്ച്വൽ പവറാണ്, പ്രോവസ്. ഫിസിക്കൽ, ഇക്കണോമിക് ആൻഡ് ഇന്റലക്ട്. 3ാമത്തത് ബൗദ്ധികമാണ്. അത് 2 തരത്തിൽ. ആക്കഡമിക് ആദ്യത്തേത്, 2 മറ്റു വായനയിലൂടെയും മറ്റും സമ്പാദിക്കുന്നത്. ആക്കഡമിക് മുഖ്യമാണ്, പഠിക്കേണ്ട, അതൊന്നും ശരിയല്ല. എല്ലാ കുഞ്ഞുങ്ങളും അടിസ്ഥാനപരമായി ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഹിന്ദു കുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാതിരിക്കരുത്. മിനിമം മിനിമം നാവും. ഏർലിയർ ഡിഗ്രി, ഇപ്പൊ അതല്ല. നിങ്ങൾ ഇന്നത് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള വിഷയത്തെ പഠിക്കാം. ഹിസ്റ്ററി മോശമല്ല, ഇക്കണോമിക്സ് മോശമല്ല, AI തന്നെ എല്ലാവരും പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ മാത്സ് ഒന്നും അത്ര വലിയ അറിവില്ലാത്ത ആളാണ്. എനിക്ക് ആർട്സ് അതാണ് ഇഷ്ടം. എന്നോട് പോയിട്ട് നീ AI പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എനിക്ക് പഠിക്കാൻ ചുമ്മാ ചേർത്ത കാശ് കളയുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ ഇന്റലക്ട് അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ ഐച്ഛിക വിഷയം, ഐച്ഛിക വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം മിനിമം ഒരു ഹിന്ദു കുട്ടിക്ക് വേണം. 3ാമത്തെ കാര്യം അത്. അതുകൊണ്ട് നീ വിവരമുള്ളതെന്ന് അർത്ഥമില്ല. കാരണം AI റഹീം മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പിൽ. ഏതോ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടായേക്ക് എന്നാണ് പറയണത്, അല്ലേ? അല്ലേ? ഇസ്ലാമിക് സ്റ്റഡീസ്. എന്ത് സ്റ്റഡി ആയിക്കോട്ടെ, എന്തായാലും എഴുത്തും വായനയും പഠിക്കുമല്ലോ. എഴുത്തും ഞങ്ങളുടെ നാട്ടിലെ കാർത്തിയാനിയമ്മ 7ാം ക്ലാസ്, അവർ പറയും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നതാണോ ഒരാളുടെ ബൗദ്ധിക നിലവാരമല്ല. പക്ഷെ ആശയവിനിമയമാണല്ലോ. അയാൾക്ക് മലയാളത്തിലും കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാറില്ല, ഇംഗ്ലീഷും അറിയില്ല. അത് കഷ്ടല്ലേ? AI റഹീം ആവാതിരിക്കുക. പഠിച്ച വിഡ്ഢിയാവരുത്. പഠിക്കാത്ത വിഡ്ഢിക്ക് ദയ കിട്ടും സമൂഹത്തിന്റെ. പഠിച്ചില്ലല്ലോ. പഠിക്കാത്ത വിഡ്ഢി ആവും, പഠിക്കാത്ത പാവം. പഠിച്ച വിഡ്ഢിക്ക് കല്ലേറെ കൊള്ളുള്ളൂ. അപ്പൊ പഠിച്ച വിഡ്ഢികളാവാതിരിക്കുക. വാട്ട് എവർ സബ്ജക്ട് യു ആർ ട്രൈങ് ടു ലേൺ, യു ഹാവ് ടു ലേൺ ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. കോളേജിൽ പോകുന്ന ചുമ്മാ അല്ല, കാശ് കൊടുത്തിട്ടാണ്. അപ്പൊ നന്നായി പഠിക്കണം. അപ്പൊ ബിരുദാനന്തര ബിരുദം മിനിമമാണ്. ഇനി എൻ്റെ മോന് ബിരുദാനന്തര ബിരുദം ഉണ്ട്, അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇല്ല. സോ എനിക്ക് ഇക്കണോമിക്കലി കുഴപ്പമില്ല. ആ കുട്ടിയുടെ പഠിത്തം ഞാൻ ഏറ്റെടുക്കണം. സ്പ്രെഡ് ചെയ്യണം. ഇറ്റ് മസ്റ്റ്. അടുത്ത വീട്ടിലെ വേലായേട്ടൻ്റെ മോന് +2 കഴിഞ്ഞേക്കാണ്, ഇനി പഠിപ്പിക്കണില്ല മാഷെ, ഞങ്ങൾ തേപ്പോണിക്ക് വിടാന്ന് പറഞ്ഞാൽ അല്ലല്ല, നിനക്ക് അവനെന്താ പഠിക്കേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു ഹൃദയം വിശാലത ഉണ്ടാവണം. അത് ധർമ്മമാണത്. നിന്റെ ഔദാര്യ ദയൊന്നുമല്ല. ഇറ്റ് ഈസ് നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. എന്താ വേണ്ടത്? അപ്പൊ അയാൾക്ക് ഇന്ന കോളേജ് പഠിച്ചാൽ കൊള്ളാം, ശരി ആയിക്കോട്ടെ. ഇനി എന്നെ കൊണ്ട് ഒരുമിച്ച് നടക്കുക എന്നാൽ അടുത്ത വീട്ടിലാളോട് പറയാം, നിങ്ങളൊരു പകുതി എടുത്താൽ ആ കുട്ടി പഠിക്കും. അങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ 3rd is ഇന്റലക്ച്വൽ പ്രോവസ്. അത് കേവലം ഡിഗ്രി കിട്ടിയുണ്ടോ ആവില്ല. വായിക്കണം. വായിച്ചും ഒബ്സർവ് ചെയ്തും. ഇപ്പൊ വായിക്കാൻ പല മാധ്യമങ്ങളുണ്ട്. കിൻഡിൽ വായിക്കുന്നവരുണ്ട്, മറ്റേ അല്ലേ, പല രീതിയിൽ വായിക്കാം. ഡിജിറ്റലി വായിക്കണം. പത്രങ്ങൾ വായിക്കണം. ലോകകാര്യങ്ങൾ അറിയണം. നമ്മുടെ ധർമ്മത്തിന്റെ ദേവന് ഓരോ കാര്യത്തെ അറിവുണ്ടായിരിക്കണം. ചരിത്രത്തെ പറ്റി അറിയണം. ചരിത്രത്തിന്റെ വരികൾക്കിടയിലൂടെ വായിക്കണം. അങ്ങനെ ഒരു മേധാശക്തി ഉണ്ടാക്കിയെടുക്കാം. 3ാമത്തെ. 4ാമത്തത് ഇത് പറഞ്ഞാൽ പലർക്കും ശണ്ഠ വരും. 4ാമത്തത് അവൻ ഇമോഷണൽ ആയിട്ടുള്ള വെൽത്ത് നേടണം. വിവാഹം കഴിച്ചു, 2ാമത്തെ ആഴ്ച ഡിവോഴ്സായി. എന്തുകൊണ്ടാണ്? ഇവൻ ഇമോഷണൽ കോഷന്റ് ഇല്ല. അവന് ഒരു കാര്യം കൈകാര്യം ചെയ്യാറ്. കാരണം ഇവൻ കാണുന്ന ഇവന്റെ അച്ഛൻ വൈകുന്നേരം കുടിച്ച് നടരാജനായ അവന്റെ അടിയാണ്. അപ്പൊ ഇവന് എല്ലാവരും വെറുപ്പാണ്. ഇവൻ കല്യാണം കഴിച്ചു. അല്ല, ഇവൻ ഇനി ഇങ്ങനെയുണ്ട്, ഇവൻ സത്യത്തിൽ സ്ത്രീകളോട് ആകർഷണമുള്ളവനല്ല. അങ്ങനെ ഉണ്ടല്ലോ, ഗേ ആണ്. അത് അക്സെപ്റ്റ് ചെയ്യണം. എന്ത് കാലം അതാണ്. ഇനി ഇവനെ പിടിച്ചിട്ട് ഇത് രോഗമാണ് എന്നാ പെണ്ണെ കെട്ടി, ആ പെണ്ണിന്റെ ജീവിതം തൂഫാനാവും. അത് വേണ്ട. അപ്പം ആ തരത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള വെൽനെസ് വരണം. അതാണ് 4ാമത്തെ ഏറ്റവും പ്രധാനം. അത് മനസ്സിനെ ഏകാഗ്രത പഠിപ്പിക്കണം. അതെന്ത് ചെയ്യണം? ഡെയിലി യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പങ്കെടുക്കണം. 5ാമത്തത് കേട്ടാൽ അത്ഭുതം വരും. 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഷാർപ്നെസ് വേണ്ടത് സെക്ഷൽ എഡ്യൂക്കേഷനാണ്. ഇപ്പൊ നിറയെ കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അത്. ഈ 5 കാര്യം ഞാൻ വളരെ കാലം ചിന്തിച്ച് പഠിച്ച കാര്യമാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ സമർത്ഥരായാൽ
നിങ്ങൾ നല്ലൊരു ഹിന്ദുവായി, നല്ലൊരു മനുഷ്യനായി നാച്ചുറലായി തന്നെ അത് വരും. വരും. ഈ 5 കാര്യം നിങ്ങൾ പഠിക്കണം. ഫിസിക്കൽ, ഇക്കണോമിക്, Economical, and then what did I say? മൂന്നാമത്തത് ഇന്റലക്ച്വൽ, intellectual, ഇമോഷണൽ, emotional, ആൻഡ് ദെൻ സെക്ഷുവൽ. മനസ്സിലായി. 5 കാര്യങ്ങൾ ഒരു ഹിന്ദു സമർത്ഥനായിരിക്കണം.